മമ്മൂട്ടി ഗൗതം മേനോൻ കോംബോയിൽ എത്തുന്ന സിനിമയെക്കുറിച്ചുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആയിട്ടായിരിക്കും ഈ സിനിമയിൽ മമ്മൂട്ടി വേഷമിടുക എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തെത്തിയിട്ടുള്ളത്. ഗൗതം മേനോൻ സിനിമകളുടെ രീതി നോക്കുമ്പോൾ ഏത് ജോണറായിരിക്കും മലയാളത്തിൽ അദ്ദേഹം ചെയ്യുക എന്ന കൺഫ്യൂഷൻ ആരാധകർക്കുണ്ടായിരുന്നു. റൊമാൻറ്റിക് സിനിമകൾ കൂടുതലായി ചെയ്യുന്ന ഗൗതം മേനോൻ മലയാളത്തിൽ മമ്മൂട്ടിയെ നായകനാക്കി ഒരുപക്ഷെ സീരിയസ് ജോണറിലുള്ള ഒരു സിനിമ എടുത്തേക്കുമെന്നായിരുന്നു ആരാധകർ കൂടുതലായും പ്രെഡിക്റ്റ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരമനുസരിച്ച് ഒരു കോമഡി ചിത്രമായിരിക്കും ഇത്. രസകരമായ ഒരു വേഷമാണ് മമ്മൂട്ടിക്ക് ചിത്രത്തിൽ ഉണ്ടാവുക എന്നാണ് വിവരം. മമ്മൂട്ടിയുടെ കഥാപാത്രത്തെക്കുറിച്ച് തിരക്കഥാകൃത്തുക്കളിൽ ഒരാളായ നീരജാണ് വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഷെർലക് ഹോംസിന്റെ രീതിയെ അനുസ്മരിപ്പിക്കുന്ന ഒരു ഫൺ കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് എന്നാണ് നീരജ് അറിയിച്ചിരിക്കുന്നത്. ഗൗതം മേനോൻ തന്നെയാണ് മമ്മൂട്ടി ഈ കഥാപാത്രത്തിന് യോജിച്ചതെന്ന് നിർദ്ദേശിച്ചതെന്നും നീരജ് വ്യക്തമാക്കുന്നുണ്ട്. മമ്മൂട്ടി കമ്പനിയാണ് ചിത്രം നിർമ്മിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ചിത്രത്തിന്റെ പൂജ നടന്നത്. മമ്മൂട്ടിക്കൊപ്പം ഗൗതം മേനോൻ പുതിയ സിനിമ ചെയ്യുന്നു എന്ന വാർത്ത കുറെ കാലമായി വന്നിരുന്നെങ്കിലും സ്ഥിരീകരണം വന്നത് കഴിഞ്ഞ ദിവസമാണ്. 2021 മിന്നലെ എന്ന സിനിമ സംവിധാനം ചെയ്തുകൊണ്ട് തമിഴ് ഇൻഡസ്ട്രിയിൽ തുടക്കം കുറിച്ചതാണ് ഗൗതം മേനോൻ. പിന്നീട് കാക്ക, വേട്ടയാട് വിളയാട്, പച്ചക്കിളി, മുത്തുച്ചരം, വാരണമായിരം, വിണ്ണൈത്താണ്ടി വരുവായ തുടങ്ങി നിരവധി ഹിറ്റുകൾ തമിഴ് സിനിമയ്ക്ക് നൽകി. വേറിട്ട സിനിമകൾ തിരഞ്ഞെടുത്ത് ചെയ്യുന്ന മമ്മൂട്ടിയും മമ്മൂട്ടി കമ്പനിയും ഗൗതം മേനോന്റെ ആദ്യ മലയാള സിനിമ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് വെറുമൊരു നിസ്സാര പടമായിരിക്കില്ല എന്ന് സിനിമാ നിരീക്ഷകർ വിലയിരുത്തുകയും ചെയ്തു. നിലവിൽ ഗൗതം മേനോൻ സംവിധാനം ചെയ്ത വിക്രത്തിന്റെ ധ്രുവ നക്ഷത്രത്തിന്റെ റിലീസിനായി കാത്തിരിക്കുക കൂടിയാണ് ആരാധകർ. 10 വർഷത്തിലധികം നീണ്ടു നിൽക്കുന്ന കാത്തിരിപ്പാണത്. എന്തായാലും പുതിയ മമ്മൂട്ടി ചിത്രത്തെ കാത്തിരിക്കാൻ സംവിധായകൻ, നടൻ എന്നിവരിലുള്ള പ്രതീക്ഷ പോലെ തന്നെ മമ്മൂട്ടി കമ്പനിയിലുള്ള വിശ്വാസവും കാരണമാകുന്നുണ്ട്. മമ്മൂട്ടി തിരശ്ശീലയിൽ ആടിത്തിമിർക്കാത്ത വേഷങ്ങൾ കുറവാണെങ്കിലും പുതിയ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള അന്വേഷണമാണ് മമ്മൂട്ടി കമ്പനിയെ പുതിയൊരു സിനിമാ സംസ്കാരത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നതിന് പിന്നിലുള്ളത്. വാണിജ്യ ഘടകങ്ങളെ ഉൾക്കൊള്ളുമ്പോൾ തന്നെ മൗലികമായ സിനിമകൾ ഒരുക്കാനാണ് മമ്മൂട്ടി കമ്പനി ശ്രമിച്ചിട്ടുള്ളത്. റോഷാക്ക്, നൻപകൽ നേരത്ത് മയക്കം തുടങ്ങിയ ചിത്രങ്ങൾ മമ്മൂട്ടി കമ്പനിയുടെ വിഷൻ എന്താണ് എന്നത് മുൻപ് വ്യക്തമാക്കിയിട്ടുണ്ട്. പുതിയ ചിത്രവും അത്തരമൊരു എക്സ്പീരിയൻസ് തന്നെ പ്രേക്ഷകർക്ക് നൽകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. 2024 രണ്ടാം പകുതിയിൽ വ്യത്യസ്തവും പുതുമയുള്ളതുമായ ചിത്രങ്ങൾ മമ്മൂട്ടിയുടേതായി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. മമ്മൂട്ടിയുടെ ബസൂക്ക ഏറെ ആകാംക്ഷയോടെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് തിരക്കഥാകൃത്തായ കലൂർ ഡെന്നിസിന്റെ മകനായ ഡിനു ഡെന്നിസ് ആണ്. സ്റ്റൈലിഷ് ത്രില്ലറായിട്ടാണ് ഈ ചിത്രം ഒരുക്കുന്നത്. റോഷാക്ക് സംവിധാനം ചെയ്ത നിസാം ബഷീറിന്റെ പുതിയ സിനിമയും മമ്മൂട്ടി ചെയ്യുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ MT വാസുദേവൻ നായരുടെ കഥകളെ ആസ്പദമാക്കിയുള്ള ആന്തോളജി ചിത്രം കടുകണ്ണാവ് ഒരു യാത്രക്കുറിപ്പും മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രവും മമ്മൂട്ടിയുടേതായി അണിയറയിലുണ്ട്.